ആലപ്പുഴ ജില്ലയിലെ രണ്ടാം ദിവസ പര്യടനത്തിൽ SKN40 കേരള യാത്രയ്ക്ക് ഊഷ്മള സ്വീകരണം. വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് യാത്രയെ വരവേറ്റത്. പുന്നമടക്കായലിന്റെ കാറ്റേറ്റായിരുന്നു കേരള യാത്രയുടെ തുടക്കം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആലപ്പുഴ DYSP മധു ബാബു യാത്രയുടെ ഭാഗമായി. ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ എൻ്റെ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുട്ടികളിൽ മിക്കവരും അവരുടെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് കാരണമാണ് ഇത് ഉണ്ടാകുന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തി വരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടനയും ഉൾപ്പെടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ഒപ്പം ചേർന്നു. ചെഗുവേര ജെട്ടി, MLA ജെട്ടി, ഇളങ്കാവ് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും കായൽ യാത്രയിലൂടെ SKN40 സന്ദർശനം നടത്തി. തീരദേശ മേഖലയിലെ ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥൻ S. ബിനു. ഉച്ചയോടെ ആലപ്പുഴ മിനർവ കോളേജിൽ കേരളയാത്രയെത്തി. എക്സൈസ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ യാത്രയെ സ്വീകരിച്ചു. WHO കണക്ക് പ്രകാരം സ്ഥിരമായിട്ട് MDMA ഉപയോഗിക്കുന്ന ആളിന്റെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷം തൊട്ട് 7 വർഷം വരെ. അത്രേ ഉള്ളൂ. രാത്രി തുറവൂരിൽ സമാപന സമ്മേളനത്തോടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം അവസാനിക്കും. നാളെ വൈക്കത്തുനിന്ന് കോട്ടയം ജില്ലയിലെ പര്യടനം ആരംഭിക്കും. 24 ആലപ്പുഴ.